ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ്, already know that messages can be sent and received through post office. Letters are the most common form of sending and receiving messages. ഇപ്പൊ നമ്മൾ മെസ്സേജ് കൈമാറാൻ ഒരു വഴിയാണ് ഇത് ലെറ്റേഴ്സ് അല്ലെ, ലെറ്റേഴ്സിലൂടെയാണ് നമ്മൾ മെസ്സേജ് കൈമാറുന്നതെന്ന് പറഞ്ഞു. ഈ ലെറ്റേഴ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? പോസ്റ്റ് ഓഫീസിലാണ്. Big towns and cities have many post offices. Each post office has many postmen. A postman delivers letters. നമുക്കറിയാം വലിയ വലിയ ടൗണുകളിൽ അല്ലെങ്കിൽ വലിയ വലിയ സിറ്റീസിലെ ഒരുപാട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇല്ലേ? Big cities and big towns have many post offices. Each post office has many postmen. ഓരോ പോസ്റ്റ് ഓഫീസിലും പോസ്റ്റ്മാൻ ഉണ്ടാവാറുണ്ട്. എന്താ, വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ പോസ്റ്റ്മാൻ? ഒരു പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി എന്താ? പോസ്റ്റ്മാൻ ഡെലിവേഴ്സ് ലെറ്റേഴ്സ്. ലെറ്റർ കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി. ഓക്കെ, പോസ്റ്റ്മാൻ ഡെലിവേഴ്സ് ലെറ്റേഴ്സ് അല്ലെ, പോസ്റ്റ്മാൻ എന്ത് ചെയ്യുന്നു? ലെറ്റർ ഡെലിവർ ചെയ്യുന്നു. അതാണ് പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി. എ പോസ്റ്റ്മാൻ കളക്ട്സ് ലെറ്റേഴ്സ് ഫ്രം പോസ്റ്റ് ബോക്സസ് ആൻഡ് ടേക്സ് ദം ടു ദ ലോക്കൽ പോസ്റ്റ് ഓഫീസ്. ഇൻ ദ പോസ്റ്റ് ഓഫീസ് he sorts the letters according to the places to which the letters have to go. These letters are then sent to the post offices in those places. Postmen in those post offices deliver the letters, telegrams and money orders to the correct addresses. പോസ്റ്റ്മാൻ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു നമുക്കൊരു ലെറ്റർ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെറ്റർ എഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ഇടും അല്ലെ? ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആര് വന്ന് എടുക്കും? പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ ആരാണോ അദ്ദേഹം വന്ന് ആ പോസ്റ്റ് ഓഫീസിന്റെ പോസ്റ്റ് ബോക്സ് തുറന്ന് അതിലത്തെ ലെറ്റേഴ്സ് എടുത്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകും അല്ലെ? എന്നിട്ട് അവിടെ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്യാ? അതൊക്കെ ഓർഡർ ചെയ്യാ, സോർട്ട് ചെയ്യാ. ഓരോ ഭാഗത്തേക്കുള്ള ലെറ്റർ ഓരോ ഭാഗത്തേക്കുള്ളതുപോലെ അയക്കാൻ വേണ്ടിയുള്ള സോർട്ടിങ് എവിടെ നടക്കും? പോസ്റ്റ് ഓഫീസിൽ നടക്കും അല്ലെ? അങ്ങനെ പോസ്റ്റ്മാൻ അത് ഓരോ പോസ്റ്റ് ഓഫീസിലേക്കുള്ളത് വേറെ തന്നെ സെൻഡ് ചെയ്ത് വിടും അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയൊരു പാക്ക് ആക്കി അദ്ദേഹം ബസ്സിനൊക്കെ കൊടുത്തു വിടുന്ന കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഇപ്പൊ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡെലിവേഴ്സ് ലെറ്റേഴ്സ്. പോസ്റ്റ്മാൻ ഡെലിവേഴ്സ് ലെറ്റേഴ്സ്. ഓക്കെ, all big villages have separate postman to deliver letters. However, many small villages together share one postman. Rain or sun, the postman is on duty. He does an important service by bringing us messages from our and relatives. ഇപ്പൊ പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോസ്റ്റ് ഓഫീസിലെ വരുന്ന കത്തുകള് ഓരോ ആൾക്കും ഡെലിവർ ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഡെലിവേഴ്സ് ലെറ്റേഴ്സ്. ഇപ്പം അത് മഴയായാലും വെയിലായാലും എന്തായാലും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യണം അല്ലെ? വന്ന കത്തുകള് അതാത് സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടോ എല്ലാവരും? ആരെങ്കിലും പോയിട്ടുണ്ടോ പോസ്റ്റ് ഓഫീസിൽ? എത്ര പേര് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ട്? ആരുടെയെങ്കിലും കൂടെയായാലും? ആരൊക്കെ പോയിട്ടുണ്ട്? ജുവല് പോയിട്ടുണ്ട്. പിന്നെ ആരാ? വേറെ ഇല്ല അല്ലെ? ഇടയ്ക്ക് അമ്മയൊക്കെ പോകുമ്പോ ഇടയ്ക്ക് അമ്മയുടെ കൂടെ ഒക്കെ പോണേ, പോസ്റ്റ് ഓഫീസിലൊക്കെ പോവാ. അപ്പൊ നമ്മൾ പറഞ്ഞ അടുത്തൊരു ഹെൽപ്പർ, നമ്മുടെ സമൂഹത്തിൽ സഹായിക്കാനുള്ള അടുത്തൊരു ഹെൽപ്പർ എന്ന് പറയുന്നത്, നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പോസ്റ്റ്മാൻ ആണ്. പോസ്റ്റ്മാൻ എന്ത് ചെയ്യുന്നു? ലെറ്റർ ഡെലിവർ ചെയ്യുന്നു. അതാണ് പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി. ഓക്കെ, big towns and big cities have many post offices and each post office has many postmen. Yes, postman collects letters from post boxes and takes them to the local post office. അദ്ദേഹം എന്ത് ചെയ്യും? പോസ്റ്റ് ബോക്സിൽ തുറന്ന് അതിലത്തെ കത്തെടുക്കുന്നു, അദ്ദേഹത്തിന്റെ ലോക്കൽ പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു, അവിടുന്ന് സോർട്ട് ചെയ്യുന്നു, ഓരോ ഭാഗത്തേക്കുള്ള ലെറ്റർ സോർട്ട് ചെയ്യുന്നു, അതിനുശേഷം അത് അവിടത്തേക്ക് സെൻഡ് ചെയ്യുന്നു. ഇതാണ് പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി. ഈ ലെസണിൽ നമ്മൾ പഠിച്ചത് ആരൊക്കെ കുറിച്ചായിരുന്നു? ടീച്ചർ, ഡോക്ടർ, പോലീസ്മാൻ, പോസ്റ്റ്മാൻ അല്ലേ? ഇത്രയല്ലേ നമ്മൾ പഠിച്ചത്? പീപ്പിൾ ഹു ഹെൽപ്പ് us. Which are the people who help us in our society? ആരൊക്കെ നമ്മളെ സമൂഹത്തിൽ സഹായിക്കാനുള്ളത് പറഞ്ഞേ? കോബ്ലർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ടീച്ചർ, ഡോക്ടർ, നഴ്സസ്, policeman, postman, etc. are helping us in the society. What is the duty of electrician?
ഇലക്ട്രീഷ്യന്റെ ഡ്യൂട്ടി എന്താ? ഇലക്ട്രീഷ്യൻ റിപ്പയർ ഫാൻസ് ആൻഡ് ട്യൂബ് ലൈറ്റ്സ്. പ്ലംബർ ഫിക്സസ് അവർ ടാപ്സ്, അല്ലെ? പ്ലംബർ ഫിക്സസ് ടാപ്സ്. Then cobbler, what is the duty of a cobbler? Cobbler mends our shoes. നമുക്ക് വേണ്ട ഷൂസ് തുന്നുന്ന ആളാണ് ആര്? cobbler, അല്ലേ? What is the duty of a teacher? Teacher teaches new things. പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ച് നല്ല സിറ്റിസൺ ആക്കി വളർത്തിയെടുക്കുന്ന ആരാണ്? ടീച്ചർ ആണ്. ഡോക്ടർ എന്ത് ചെയ്യുന്നു? ഡോക്ടർ works in the hospital and treats the patients. അല്ലേ? പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ആളാണ് ഡോക്ടർ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? പ്രൈമറി ഹെൽത്ത് സെന്റർ പറഞ്ഞു, ഡിസ്പെൻസറി പറഞ്ഞു, പിന്നെ മൊബൈൽ ഡിസ്പെൻസറി. എന്താ മൊബൈൽ ഡിസ്പെൻസറി എന്ന് പറഞ്ഞാല്? മൊബൈൽ ഡിസ്പെൻസറി ഇസ് എ വാൻ, ഒരു വാൻ ആണ്. അതിൽ ആരൊക്കെ ഉണ്ടാവും മൊബൈൽ ഡിസ്പെൻസറിയില്? ഡോക്ടർ ഉണ്ടാവും, നഴ്സ് ഉണ്ടാവും, മെഡിസിൻസും ഉണ്ടാവും, അല്ലെ? ഇതൊക്കെയായി ചെറിയ വില്ലേജുകളിലേക്ക്, അതായത് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വില്ലേജുകളിലേക്ക് വാനും വാനിൽ ഒരു ഡോക്ടറും ഒരു നഴ്സും ആവശ്യമായ മരുന്നുകളും കൊണ്ടുപോയി അവിടുത്തെ പേഷ്യൻസിനെ ചികിത്സിക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയാ? മൊബൈൽ ഡിസ്പെൻസറി എന്ന് പറയാ, അല്ലെ? പിന്നെ പറഞ്ഞു പോലീസ്മാൻ. വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ പോലീസ്മാൻ? പോലീസ്മാൻ മെയിൻറ്റെയിൻസ് ലോ ആൻഡ് ഓർഡർ, അല്ലെ? പോലീസ്മാൻ മെയിൻറ്റെയിൻസ് ദ ലോ ആൻഡ് ഓർഡർ. പിന്നെ പോസ്റ്റ്മാന്റെ ഡ്യൂട്ടിയോ? പോസ്റ്റ്മാൻ ഡെലിവേഴ്സ് ദ ലെറ്റേഴ്സ്. ഓക്കെ. ഇലക്ട്രീഷ്യൻ repairs the fans and tube lights. Plumber fixes the leaking taps, Then cobbler mends our shoes. Teacher teaches new things. Doctor treats the patients. Then policeman maintains law and order. Postman delivers letters. Okay. അല്ലെ? എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? ജെവിൻ ഈസ് ലാഫിംഗ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 127. All of you take page number 127. True or false? True or false? Okay. We learn good habits and good manners at school. നമ്മള് സ്കൂളിൽ നിന്ന് നല്ല നല്ല ശീലങ്ങളും നല്ല നല്ല രീതികളും പഠിക്കുന്നു. എന്താ അലനെ? മിസ്സേ 179 ട്രൂ ഓർ ഫാൾസ്. ഓക്കെ. എന്റെ പേജ് നമ്പറും മക്കളുടെ പേജ് നമ്പറും മാറ്റമായിരിക്കും കേട്ടോ. നിങ്ങളുടെ നെക്സ്റ്റ് പേജ് എടുക്കാം. ഓക്കെ. നിങ്ങളുടെ നെക്സ്റ്റ് പേജ് എടുക്കാം. മിസ്സിന്റെ പേജ് നമ്പർ മാറ്റമായിരിക്കും എന്നാലും. ഓക്കെ. പേജ് നമ്പർ നെക്സ്റ്റ്. ട്രൂ ഓർ ഫാൾസ്? ഫസ്റ്റ് വൺ, we learn good habits and good manners at school. നമ്മൾ സ്കൂളിൽ നിന്ന് നല്ല ശീലങ്ങളും നല്ല നല്ല രീതികളൊക്കെ പഠിക്കുന്നു. That true ആണോ false ആണോ? True. Yes, true. ചെയ്തോ? True. Okay. True. Second one, a doctor protects us giving vaccines against diseases. നമുക്ക് എന്ത് ചെയ്യുന്നു? ഡോക്ടർ വാക്സിൻസ് നൽകുന്നു. ഓരോ അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിൻസ് നൽകുന്നത് ഡോക്ടറാണ്. ട്രൂ ആണോ ഫാൾസ് ആണോ? നമ്മൾ പറഞ്ഞു പോളിയോ പോലുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് ഡോക്ടറാണ്. നമുക്ക് അതിനുള്ള വാക്സിൻ തരുന്നത് ഡോക്ടറാണെന്ന് പറഞ്ഞു, അല്ലെ? ദാറ്റ് ഈസ് ട്രൂ. Doctor protects us by giving vaccines against diseases. That is true. Okay. Next one, third one. Every village in our country has mobile dispensaries. Every village in our country has mobile dispensary. നമ്മുടെ കൺട്രിയിലെ എല്ലാ വില്ലേജിലും മൊബൈൽ ഡിസ്പെൻസറി ഉണ്ടോ? എല്ലായിടത്തും ഉണ്ടോ മൊബൈൽ ഡിസ്പെൻസറി? പിന്നെ എങ്ങനെയുള്ള സ്ഥലത്താ മൊബൈൽ ഡിസ്പെൻസറി? Some village do not have dispensary. അതായത് വില്ലേജ് ഡിസ്പെൻസറി ഇല്ലാത്ത വില്ലേജുകളിലാണ് ഏതുള്ളത്? മൊബൈൽ ഡിസ്പെൻസറി, അല്ലെ? വില്ലേജ് ചില ഗ്രാമങ്ങളില് ഡിസ്പെൻസറീസ് ഇങ്ങനെ ഗവൺമെന്റിന്റെ ഒന്നും
ചെറിയ ചെറിയ ഹോസ്പിറ്റൽസ് പോലുള്ള PHC പോലുള്ള സംഭവങ്ങൾ ഇല്ലാത്തയിടത്താണ് ഏതുണ്ടാവുക, മൊബൈൽ ഡിസ്പെൻസറി പോവുക അല്ലെ. ഡോക്ടറും നഴ്സും മരുന്നുകളുമായി വാനിൽ പോകുന്നത് ഇങ്ങനെ ഡിസ്പെൻസറി ഇല്ലാത്ത സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് ദാറ്റ് ഈസ് false. False. Okay. Next one, fourth one. The traffic policeman catches thieves and criminals. Traffic policeman പിന്നെ കള്ളനെയും ക്രിമിനൽസിനെയും ഒക്കെ പിടിക്കുന്നു. ട്രൂ ആണോ? ട്രാഫിക് പോലീസ്മാൻ ആണോ കള്ളനെ പിടിക്കുക? ട്രാഫിക് പോലീസ്മാൻ ആണോ കള്ളനെ പിടിക്കുക? അല്ല അല്ലെ. ട്രാഫിക് പോലീസ്മാന്റെ ജോലി എന്താ? ട്രാഫിക് പോലീസ്മാൻ എന്താ ജോലി? കൺട്രോൾ ദ ആക്സിഡൻസ് അല്ലെ, കൺട്രോൾ ദ ട്രാഫിക് ജാം. ദാറ്റ് ഈസ് false. ട്രാഫിക് പോലീസ്മാൻ കൺട്രോളിംഗ് ദ ട്രാഫിക് ആണ്. അപ്പോ ദാറ്റ് ഈസ് false. സദാ പോലീസ് ആണ് എന്ത് ചെയ്യുക? കള്ളനെ പിടിക്കുക. ദാറ്റ് ഈസ് false. Fifth one, a postman delivers letters. Postman delivers letters. That is true. True. Okay. Finish ആണോ? Finish അല്ലേ? അല്ലേ മക്കളെ? Okay. Next one, fill in the blanks. Next one, fill in the blanks. First one, a doctor works in a dash. Doctor എവിടെ ജോലി ചെയ്യാ? Doctor works in a dash. Doctor works in a hospital or clinic. Write down. Hospital or a clinic. ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ആണ് ആര് ജോലി ചെയ്യാ? ഡോക്ടർ ജോലി ചെയ്യാ. Doctor works in a hospital or clinic. First one, doctor works in a hospital. Hospital. Hospital or clinic. Hospital or clinic. CLINIC. Hospital or clinic. Second one, a number of village dispensaries work under the dash health center. Village dispensaries ഏതിന്റെ കീഴിലാ വർക്ക് ചെയ്യാ? Under the dash health center. Primary health center. Write down. Primary health center. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കേട്ടിട്ടില്ലേ? Primary health center. Then third one, a policeman works in a dash. A policeman works in a dash. എവിടെയാ policeman വർക്ക് ചെയ്യാ? Police station. Policeman works in a police station. Policeman works in a police station. Then fourth one, the telephone number for calling the police is dash. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പോലീസിനെ വിളിക്കേണ്ട നമ്പർ എത്രയാ? ഏത് നമ്പറിലേക്കാ വിളിക്കുക? എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പോലീസിനെ വിളിക്കണ ഏത് നമ്പർ ഡയൽ ചെയ്യാ? 100. എന്താണ്? 100. 100ലേക്കാണ് വിളിക്കേണ്ടത് അല്ലേ?
ഈ ഫയർഫോഴ്സിനെ വിളിക്കേണ്ട നമ്പറോ 101 അല്ലേ? Okay. A policeman works in a police station. The telephone number for calling the police is 100. Then next one, fifth one. A postman works in a dash. Postman works in a post office. Postman എവിടെ ജോലി ചെയ്യാ? Post office. Postman works in a post office. Okay. Okay. Next one, match the columns. Match the columns. Next one, match the columns. First column, a mobile dispensary, a veterinary doctor, a teacher, a traffic policeman. Column B, makes us good citizens, offers medical help in villages, control traffic. Last one, treats sick or injured animals. Can you find the answers? Can you find? ചെയ്യാൻ പറ്റില്ലേ? കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഒന്നാമത്തത് മൊബൈൽ ഡിസ്പെൻസറി. മൊബൈൽ ഡിസ്പെൻസറി ഏതിന് സ്യൂട്ടബിൾ ആ? മൊബൈൽ ഡിസ്പെൻസറി എന്താ? ഓഫേഴ്സ് മെഡിക്കൽ ഹെൽപ്പ് ഇൻ വില്ലേജസ്. ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മെഡിക്കൽ ഹെൽപ്പ് നൽകുന്നത് ഏതാണ്? മൊബൈൽ ഡിസ്പെൻസറി ആണ് അല്ലേ? ഫസ്റ്റ് വൺ ബി, ഓഫേഴ്സ് മെഡിക്കൽ ഹെൽപ്പ് ഇൻ വില്ലേജസ്. മെഡിക്കൽ ഹെൽപ്പ് ഇൻ വില്ലേജസ്. medical help in villages. Okay. Second one, a veterinary doctor. എങ്ങനെ ആരെയാ നമ്മൾ വെറ്ററിനറി ഡോക്ടർ എന്ന് പറയാ? വെറ്ററിനറി ഡോക്ടർ നമ്മൾ ആരെയാ പറയാ? ആനിമൽസിനെ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലേ? ആനിമൽസിന്റെ മൃഗങ്ങളുടെ ഡോക്ടറെ നമ്മൾ എന്ത് പറയാ? വെറ്ററിനറി ഡോക്ടർ എന്ന് പറയാ. എഴുതിക്കോ, അല്ല മാച്ച് ചെയ്തോ. ട്രീറ്റ് sick or injured animals. Treat sick or injured animals. Okay. ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ ആരാത്? അനിയനാണോ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഇല്ല. Okay. Then third one, teacher. A teacher makes us good citizens. നല്ല വ്യക്തികളായി നമ്മളെ വളരാൻ സഹായിക്കുന്ന ആരാണ്? ടീച്ചർ. ടീച്ചർ മേക്സ് us good citizen. നമ്മളെ നല്ല വ്യക്തികളാക്കും, നല്ല പൗരന്മാരാക്കുന്നത് ടീച്ചറാണ്. A is the correct answer. Last one, a traffic policeman. A traffic policeman. Traffic policeman controls traffic. C, controls traffic. Okay. Finish അല്ലേ മക്കളെ? എന്നാ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിക്കോ. You can write down the first question. First question is, what do you learn from your teachers? നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ടീച്ചറിൽ നിന്ന് പഠിക്കുന്നത്? What do you learn from your
teacher. Answer these questions. ഒന്നാമത്തത് what do you learn from your teacher? നിങ്ങൾ എന്തൊക്കെയാണ് ടീച്ചറിൽ നിന്ന് പഠിക്കുക? എഴുതിക്കോ. We learn to read, വായിക്കാൻ, പിന്നെ to read, comma, write, എഴുതാൻ, to learn, to write, sing, draw, and paint. We learn to read, write, sing, draw, and paint from our teacher. We learn to read, write, sing, draw, and paint from our teacher. Second question. Second one. How can a doctor help us? How can a doctor help us? നമ്മൾ എങ്ങനെയാണ് ഡോക്ടർ സഹായിക്കുക? Doctor help us. Doctor help us to stay healthy and strong. Help us to stay healthy and strong. പിന്നെയോ? ഇത്രയും മതിയല്ലേ? Doctor help us to healthy and strong. Third one, how do mobile dispensaries work? How do mobile dispensaries work? എങ്ങനെയാ മൊബൈൽ ഡിസ്പെൻസറി വർക്ക് ജോലി ചെയ്യാ? എങ്ങനെയാ? Write down. A mobile dispensary is a van. A mobile dispensary is a van. Mobile dispensary is a van which has a doctor, nurse, and medicines. Doctor, nurse, and medicines. This one goes to villages and the doctor treats the sick people. Doctor treats the sick people. Sick means asugam ഉള്ള ആൾക്കാർ. Sick people.
Okay. A mobile dispensary is a one which has a doctor, nurse, and medicines. This one goes to villages and the doctor treats the sick people. Okay. Next question. How can a policeman help us? How can a policeman help us? എഴുതി കഴിഞ്ഞോ? മിസ് വായിച്ചോട്ടെ? ഇല്ല. ഓക്കെ, കഴിഞ്ഞില്ലേ മക്കളെ? അടുത്ത എഴുതട്ടെ? വേഗം എഴുത്, എത്ര നേരമായി? Okay, next question. How can a policeman help us? How can a policeman help us? Policeman help us to keep law and order. Clear അല്ലേ? മിസ് ക്ലിയർ ചെയ്യട്ടെ? ചെയ്തില്ലേ? എഴുതിയോ സെൽന? ഫാത്തിമത്ത് ഷഹുമ ചെയ്ത മോളെ? ഷഹുമ കെ ആൻഡ് വി ചെയ്തുവോ?
ഇല്ല, വേഗം എഴുത്, വേഗം എഴുത്. ഓക്കെ, മായ്ക്കുന്നേ. എന്നാ വേഗം എഴുത്, എഴുത്. കുറച്ച് സ്പീഡിൽ എഴുതു മക്കളെ, നല്ല കുട്ടികളല്ലേ. ജെവിനെ കുത്തി വരച്ചിടരുത്. നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടായി പോവും. 2 ക്വസ്റ്റ്യൻ കൂടെ മിസ് തരാലോ വേഗം. Okay, next question. Next one. How can a policeman help us? Write down. A policeman help us to keep. A policeman helps to keep law and order. Law and order. O-R-D-E-R. Okay. Fifth one. Fifth question. How is the duty of a postman? Sorry, what is the duty of a postman? Postman delivers letters. Postman delivers letters. Delivers letters and money orders. Money orders. O-R-D-E-R-S. To the correct addresses. മണി ഓർഡർ വരൂലേ? മണി ഓർഡർ വരാറില്ല. ഇപ്പൊ മണി ഓർഡർ ഒന്നും ഇല്ല അല്ലേ? പണ്ടൊക്കെ മണി ഓർഡർ ഉണ്ടായിരുന്നു, ക്യാഷ് വരും. ഇപ്പൊ എല്ലാവർക്കും ബാങ്ക് ഒക്കെ ആയി, ബാങ്കിൽ അക്കൗണ്ട് ഒക്കെ ഉണ്ട്, ATM ആയി അല്ലേ? ഇപ്പൊ മണി ഓർഡറിന്റെ ഒന്നും ആവശ്യമില്ല. Postman delivers letters and money orders to the correct addresses. ഇപ്പൊ നമ്മുടെ ഈ ലെസണും കഴിഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്യണം? After the class, all of you complete your notes. Okay. All of you complete your notes today itself without fail. Okay. Huh? All of you send your notes before 10 AM on tomorrow. നാളെ 10 മണിക്ക് മുന്നേ എല്ലാവരും നോട്ട് അയച്ചു തരാം. Okay. All of you complete your notes and send me before 10 AM on tomorrow. Okay. ഇപ്പൊ ക്ലാസ് കട്ടാവും. എന്താ ആവണി?
എന്താ മോളെ? മിസ് മൂന്നാമത്തെ ആൻസർ എഴുതിയിട്ടാ. മൂന്നാമത്തെ ആൻസർ ബെനീറ്റ ആൻസർ സെൽന ബെനീറ്റ നിങ്ങൾക്ക് കിട്ടിയോ? ആൻസർ എല്ലാം കിട്ടിയതല്ലേ? എഴുതിയതിന് ശേഷം ഒന്ന് ആവണിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് നോക്കി ആവണി എഴുതുക കേട്ടോ. നോട്ട് കംപ്ലീറ്റ് ആവാത്തവർ, നോട്ടിന്റെ ആൻസർ കിട്ടാത്തവർ ഒന്നുകിൽ യൂട്യൂബ് ലിങ്ക് കാണുക, ലിങ്ക് കാണുമ്പോൾ അതിൽ മിസ് നോട്ട് തന്നതുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എഴുതുന്ന നോട്ട് നോക്കി എഴുതുക. ഓക്കെ, ഇതൊക്കെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ലിങ്ക് സെൻഡ് ചെയ്യുന്നത്. മിസ് കിട്ടുന്നില്ലെങ്കിൽ അത് നോക്കി എഴുതാം. Okay, bye bye. See you in the next class. Okay, class ഇപ്പൊ കട്ടായി പോവും. See you in the next class. Okay.